വീണ്ടും ഒരു റിവ്യൂമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ദിലീപേട്ടന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിച്ചു. നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്തിരിക്കുന്നു. മാജിക് ഫൈംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ ജോണിൽപ്പെടുത്താവുന്ന ചിത്രമാണ്. ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ള 90s കിഡ്സിനെ സംബന്ധിച്ച് ഒരുപാട് നൊസ്റ്റാൾജിയ തന്നൊരു താരമാണ്. ഈ സിനിമ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ടൈറ്റിലിന് മുമ്പായിട്ട് ദിലീപേട്ടൻ പണ്ട് ചെയ്ത ആ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആകർഷിച്ച കുഞ്ഞിക്കുലം പോലത്തെ കഥാപാത്രങ്ങളെയൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ സത്യമായി ഇതൊരു ഈ മനുഷ്യന്റെ ഒരു തിരിച്ചറിവാകണേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോയി. ഓരോരുത്തർ പറഞ്ഞ ഒരു തിരിച്ചറിവ് തന്നെയാണെന്ന് തന്നെ പറയാം. ഈ സിനിമ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവാണെന്ന് തന്നെ നമുക്ക് പറയാം. സിനിമയുടെ തുടക്കം തന്നെ ഒരു കല്യാണ വീട്ടിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. തുടക്കം വരെ നല്ലൊരു എന്റർടൈനർ എന്ന രീതിയിൽ തന്നെ പടം മുന്നോട്ട് പോയി. പഴയ ദിലീപേട്ടനെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിച്ചു. ഒപ്പം പ്രിയ സംവിധായകൻ, ഇപ്പോൾ അഭിനയ രംഗത്ത് കൂടുതലായി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന ജോണി ആന്റണി ഗംഭീര പെർഫോമൻസ് അദ്ദേഹത്തോടൊപ്പം നടത്തി. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു സ്വാഭാവിക നാച്ചുറൽ ആക്ടറായ അദ്ദേഹത്തിന് ആ രീതിയിൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ രസിച്ച് പോവുകയായിരുന്ന സിനിമ ഇന്റർവ്യൂലോടുകൂടി ഒരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളോടൊപ്പം സോഷ്യൽ മീഡിയ എങ്ങനെ മോശമായി ഉപയോഗിക്കാതിരിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് നല്ലൊരു മെസ്സേജ് കൂടി തന്നാണ് ചിത്രം അവസാനിക്കുന്നത്. അഭിനയിച്ചവരെല്ലാം നന്നായി തന്നെ പെർഫോം ചെയ്തു. ഇപ്പോൾ സിദ്ദിഖാണേലും, ബിന്ദു പണിക്കർ, ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള എന്നിവരൊക്കെ അവരുടെ സ്ഥിരം ശൈലികളിൽ നന്നായി തന്നെ അവതരിപ്പിച്ചു. ചിരി വരുന്നതും വരാത്തതുമായ ഒരുപാട് കോമഡികൾ സിനിമയിലുണ്ട്. ചിരി വരാത്ത തമാശകളെ ഒന്ന് കണ്ണടച്ച് വിട്ടാൽ അത്യാവശ്യം ഒരു ഫാമിലിക്ക് പോയി കണ്ട് രസിക്കാനുള്ള വകുപ്പൊക്കെ തീർച്ചയായും ഈ ചിത്രത്തിലൊക്കെ ഉണ്ട്. ഒരു വിന്റേജ് ദിലീപേട്ടൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പല റിവ്യൂസ് ഞാൻ കണ്ടു. ഒരുപാട് പേര് മോശമായിട്ട് ഈ പടത്തെക്കുറിച്ച് സംസാരിച്ച് കണ്ടു. അതൊക്കെ തീർത്തും കരുതിക്കൂട്ടിയുള്ള അറ്റാക്ക് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദിലീപേട്ടൻ ഒരു പരിധിവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഒരിക്കലും പഴയ രീതിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല, അത് സമ്മതിക്കുന്നു. പഴയ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ തീർച്ചയായും പഴയ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നൊരു സൂചന ഈ ചിത്രത്തിലൂടെ പുള്ളി തരുന്നുണ്ട്. ചില റിവ്യൂസ് ഒക്കെ കണ്ടാൽ സിനിമ കണ്ടിട്ട് തന്നെ ഇടുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. നമുക്ക് വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യക്കുറവോ വെറുപ്പോ ഒരു നടനോടുണ്ടെങ്കിൽ അതിനെ ആ സിനിമയുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആ നടന്റെ മാത്രമല്ല. അതാണ് ആദ്യം ഓർക്കേണ്ടത്. എത്രയൊക്കെ ഡിഗ്രേഡിങ് നടന്നാലും വ്യക്തിഗതികൾ ഉയർത്തിയാലും ഒരു പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. അതിവിടെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാര്യം ഇന്നലെ തിയേറ്റർ റെസ്പോൺസിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എല്ലാവരും ഫാമിലിയായി തന്നെ ഈ സിനിമ പോയി കണ്ട് ആസ്വദിക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി.